ഇപ്പോൾ ഇതാ അമിത്ഷാ എത്തിയിരിക്കുകയാണ്. പരിക്കേറ്റവരുള്ള ആശുപത്രിയിലേക്കാണ് അമിത്ഷാ എത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റവരെ സന്ദർശിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നത്. നേരത്തെ തന്നെ ഈ അപകടവുമായി, ഈ ബോംബ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ സാധ്യതകളും, എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാ സാധ്യതകളും കൃത്യമായി പരിശോധിക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ പരിക്കേറ്റവരെ സന്ദർശിക്കാനായി ആശുപത്രിയിലേക്ക് എത്തിയത്. 30-ലധികം പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നതിൽ 8ഓളം പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയത്. LNJP ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റവർ ഉള്ളത്. ആ ആശുപത്രിയിലേക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നത്. പരിക്കേറ്റവരെ അദ്ദേഹം സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. എന്തായാലും ആരോഗ്യ വിദഗ്ധരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അമിത്ഷാ LNJP ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ ഉഗ്രസ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഓരോ നിമിഷവും ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്ത് ഒരു മെല്ലെ വന്ന വാഹനമാണ് ട്രാഫിക് സിഗ്നലിൽ പൊട്ടിത്തെറിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമീപത്തുള്ള വാഹനങ്ങളും തകർന്നെന്നാണ് ഡൽഹി കമ്മീഷണർ അടക്കം വ്യക്തമാക്കിയത്. കാറിനുള്ളിൽ 1-ലധികം പേരുണ്ടായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട്. ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചത് പുതിയ വാഹനമാണ് എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രം പുറത്തു വന്നിരുന്നു. ആ ചിത്രമാണ് പ്രേക്ഷകർ ന്യൂസ് 18-ലൂടെ കാണുന്നത്. എന്നാൽ ഇത് പുതിയ വാഹനമാണോ എന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും പൊട്ടിത്തെറിച്ചത് സ്വിഫ്റ്റ് ഡിസയർ കാറാണെന്നാണ് എന്നുള്ള വിവരങ്ങൾ, i10 കാറാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വലിയ ഉഗ്രസ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. നിലവിൽ 10 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമാണ് ഈ വലിയ ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന്റെ അടുത്തായാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അപകടം നടന്ന സമയത്ത് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമായി നിർണായകമായ കൂടിക്കാഴ്ച നടന്നിരുന്നു. കൃത്യമായി വിവരങ്ങൾ കേന്ദ്ര പോലീസ് മേധാവിയുമായി ആഭ്യന്തരമന്ത്രി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥലത്തേക്ക് എത്തിയത്, ആശുപത്രിയിലേക്ക് എത്തിയത്. അദ്ദേഹം ആശുപത്രി സന്ദർശിക്കുകയാണ് എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, പരിക്കേറ്റവരെ കാണാൻ അമിത്ഷാ എത്തിയിരിക്കുന്നു അല്ലേ? എല്ലാ വശങ്ങളും പരിശോധിക്കണം ഈ അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ എന്നാണ്, ഈ സംഭവത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം എന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. ഓൾ ആംഗിൾസ് ഹാവ് ടു ബി പ്രോബ്ഡ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത് ഒരു സ്വാഭാവികമായ ഒരു CNG കാറ് പൊട്ടിത്തെറിച്ച ഒരു സംഭവമല്ല. ഇത് ഒരു ആസൂത്രിതമായ ഒരു സംഭവമാണ് എന്ന തരത്തിലേക്കുള്ള സംശയങ്ങൾ ആണ് വരുന്നത്. ഏതായാലും ഒരു ഉണ്ടേ i20 കാർ സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിനടുത്ത് വെച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഏതായാലും അമിത്ഷാ ഉന്നത ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ വിഷയങ്ങൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ആയി ലഭിക്കുന്ന ഒരു വിവരം. എല്ലാ CCTVകളും, രാജ്യത്തെമ്പാടുമുള്ള CCTVകൾ സംബന്ധിച്ച് വലിയ കരുതൽ വേണം, അല്ലെങ്കിൽ അത് ജാഗ്രത വേണം എന്നത് നിർദ്ദേശിക്കുന്ന എല്ലായിടത്തും പരിശോധനകൾ CCTV പ്രത്യേകിച്ച് ഡൽഹിയിൽ പരിശോധിക്കണം എന്ന് വ്യക്തമാകുന്നു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിമാനത്താവളങ്ങളിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ വിട്ടുവീഴ്ചയും പാടില്ല എന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏതായാലും ഈ മെട്രോ സ്റ്റേഷനിൽ പോലും ഇത് പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് നടന്നത്. മരണസംഖ്യ ഉയരും എന്ന ആശങ്ക നിലനിൽക്കുന്നു. 10ഓളം ആളുകളുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. അത് 11-ലേക്ക് ഉയരുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അതാണ് മനു, സംഭവിച്ചത് ഭീകരാക്രമണം എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് സർക്കാർ വൃത്തങ്ങൾ എത്തുന്നൊരു സമയമാണിത്. അങ്ങനെയാണെങ്കിൽ അത് ഔദ്യോഗികമായി അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ, ഭീകരാക്രമണം എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വരികയാണെങ്കിൽ സംഭവിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയെന്ന് കേന്ദ്ര സർക്കാരിനും ആഭ്യന്തര മന്ത്രാലയത്തിനും സമ്മതിക്കേണ്ടി വരില്ലേ മനു? സ്വാഭാവികമായും അത്തരം വലിയ ആരോപണങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ
ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ തീവ്രവാദികൾ തുനിഞ്ഞിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് തടയാൻ ഇന്ത്യയേക്കാൾ സുരക്ഷാ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നത് നമുക്ക് മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു തീവ്രവാദ സംഘം അതീവ രഹസ്യമായി ആയുധങ്ങൾ ശേഖരിക്കുക, ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനെ തടയുക അത്ര എളുപ്പമല്ല. ഏതായാലും രാജ്യത്ത് ഇന്ന് ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ പലയിടങ്ങളിൽ നടന്നിരുന്നു. ബോംബെയിൽ നടന്നിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചതിനെ തുടർന്ന് രാജ്യത്ത് പലയിടത്തും ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് കുറേ കൂടി ഗൗരവത്തിലെടുക്കേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ കാറ് സ്ഫോടനത്തിൽ ഇരയാക്കിയത് എന്നതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായാൽ മാത്രമേ ഇത് സുരക്ഷാ വീഴ്ച എത്രത്തോളം ഗൗരവമാണ് ഏറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഈ അമോണിയം നൈട്രേറ്റോ മറ്റോ ഉപയോഗിച്ചൊക്കെ സ്ഫോടനം നടത്താൻ ആർക്കും ഇത് കഴിയും. അതൊരു ഓക്സിഡൈസർ എന്ന നിലയിൽ ഫ്യൂവൽ ഓയിലുമായി ചേർത്തതിന് സ്ഫോടനം നടത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ വന്നതാണോ അതോ ഇത് വിദേശത്തുനിന്ന് മറ്റ് ബാഹ്യശക്തികൾ ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ച സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയതാണോ, അതുപോലെ IED ഉപയോഗിച്ച് നടത്തിയതാണോ, റിമോട്ട് കൺട്രോൾ ആക്സിസിൽ എത്രമാത്രം ഇത് ചെയ്യാൻ കഴിഞ്ഞു, ഇത് എന്ത് ലക്ഷ്യം വെച്ചാണ്, ഇതിന് പുറകിൽ ആരാണ്, അങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്കൊരു അന്തിമ നിലപാടിലേക്ക് എത്താൻ കഴിയൂ. ഏതായാലും ഇവിടെ സാധാരണക്കാരാണ് ഈ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇത് സാധാരണ തീവ്രവാദികൾ അവലംബിക്കുന്ന ഒരു രീതിയോട് സമാനമായതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അവർ പലപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ തെരുവിലൊക്കെയുള്ള സാധാരണ മനുഷ്യരെയാണ്. അപ്പോൾ അങ്ങനെ തീവ്രവാദികളുടെ ആ പൊതുരീതിയാണ് ഇവിടെയും പ്രകടമായിട്ടുള്ളത്. എവിടെയെങ്കിലുമൊക്കെ സ്ഫോടനങ്ങൾ നടത്തുക, അതിനുശേഷം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, തുടർന്ന് വിലപേശുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സാധാരണ ഈ തീവ്രവാദ സംഘങ്ങൾ നടത്തുന്നത്. ഇത്തരം ചില കാര്യങ്ങളിൽ അവർക്ക് അതിന് കഴിയുമ്പോൾ അത് വലിയ വിജയമായി കൊട്ടിഘോഷിക്കുക തുടങ്ങിയ രീതികൾ. അപ്പോൾ അതിനെതിരെയാണ് ഒരു ശക്തമായ ഒരു നീക്കം രാജ്യത്തിന് നടത്താനുള്ളത്.